വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ് പ്രിറ്റീവീസ് ആണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ ഇതാ നമ്മൾ എൻ ഗെയിം ബാച്ചിൽ റിവിഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എൻ ഗെയിം ബാച്ചിൽ ഇല്ലാത്ത കുറേ കുട്ടികളും ഉണ്ട് ഇവിടെ. അവർക്ക് വേണ്ടിയിട്ട് കുറച്ചധികം ടിപ്സ് ഒക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കുറേ കുട്ടികൾ ബാച്ചിൽ മിസ്സേ നമ്മുടെ സൈലം സ്റ്റോറിൽ പാർട്ട് 2 മെറ്റീരിയൽസ് വന്നോ ചോദിച്ചവർക്ക് ഇതാ വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ബാക്കി ബുക്സ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ പാർട്ട് 2 സെറ്റ്സ് ബുക്സ് കിട്ടണമെങ്കിൽ വേഗം തന്നെ ഇന്ത്യ സൈലം സ്റ്റോറിൽ പോയിട്ട് ബുക്ക് പർച്ചേസ് ചെയ്തോളാം. 400 രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഈ എല്ലാ സബ്ജക്ട്സും, അതായത് നമ്മൾ ഈ പറയുന്ന 4 സെറ്റ് ഓഫ് ബുക്സ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ വേഗം തന്നെ ജോയിൻ ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ബുക്സ് മെറ്റീരിയൽസ് എടുക്കാൻ നോക്കുക. ആൻഡ് മറ്റൊരു കാര്യം, എൻ ഗെയിം ബാച്ചിൻ്റെ ഓഫർ നമ്മൾ ജാനുവരി എൻഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റിപ്പബ്ലിക് ഡേ ഒക്കെ വരികയല്ലേ, അപ്പോൾ അത് പ്രമാണിച്ച് നിങ്ങൾക്ക് എൻഡ് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഓഫർ അവൈൽ ചെയ്യാം. അപ്പം ഇനിയും ജോയിൻ ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ലാസ്റ്റ് ചാൻസ് ആണ് മക്കളെ. എല്ലാ ചാപ്റ്ററും റിവൈസ് ചെയ്ത് നിങ്ങളിപ്പോൾ ക്രിസ്മസ് എക്സാമിന് എന്നെ മാർക്ക് കണ്ടപ്പോൾ കണ്ടിട്ടുണ്ടാകും. കുറേ കുട്ടികൾക്ക്, നമ്മുടെ ബാച്ചിൽ പഠിച്ച കുറേ കുട്ടികൾക്ക് ഫുൾ മാർക്ക്, അതും അത്രയും ടഫായിട്ട് ബയോളജി വന്നിട്ട് കൂടെ അസ്ത്ര ബാച്ചിലെ കുട്ടികൾ വന്നിട്ട് മെസ്സേജ് അയക്കുന്നതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ഞങ്ങൾ ഭയങ്കര ടഫാന്ന് എക്സ്പെക്ട് ചെയ്തിട്ടും ഫുൾ മാർക്ക് A+ കിട്ടിയ കുറേ കുട്ടികളുണ്ട്. അത് നമ്മുടെ ബാച്ചിലെ ക്ലാസ്സസിൻ്റെ തന്നെ ആ ഒരു എഫേർട്ടും നമ്മുടെ ക്ലാസ് കൊടുത്തതിൻ്റെയും നിങ്ങളത് കണ്ടു പഠിച്ചതിൻ്റെയും എഫേർട്ടിൻ്റെയാണ്. പിന്നെ ബാക്ക്ലോഗ് ആയിട്ട് കാണാതെ കുട്ടികൾ കുറേ ക്ലാസ്സിൽ മിസ്സായിട്ട് പോയത് കൊണ്ടും മാർക്ക് നഷ്ടമായ കുട്ടികളുണ്ട്. അപ്പം അങ്ങനെ ആവാതെ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാം ബെറ്റർ ഓപ്പർച്യൂണിറ്റി. കാരണം എൻ ഗെയിം ബാച്ചിൽ നിങ്ങളിപ്പോൾ ജോയിൻ ചെയ്താൽ ഏറ്റവും ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ, വൺസ് അഗെയിൻ നിങ്ങൾക്ക് പാട്ട് ലൈവുകളായിട്ട്, പല പാട്ടുകളായിട്ടല്ല, 1 ടൈം റിവിഷനിൽ, 1 ഷോർട്ട് റിവിഷനിൽ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് പഠിക്കാം എല്ലാ സബ്ജക്റ്റിൻ്റെയും. അതുകൂടാതെ വർക്ക്ഷീറ്റ് ഡിസ്കഷൻസ് ഉണ്ട്. അതുവഴി നിങ്ങൾക്ക് ആ വർക്ക്ഷീറ്റിലുള്ള ആൻസേഴ്സും കൂടെ നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ ഇൻസ്റ്റാളാണ്, മൈൻഡ് മാപ്പൊക്കെ ആയിട്ട്. അപ്പോൾ ഈ ഒരു ലാസ്റ്റ് ചാൻസ് നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. 2.0 ക്ലാസ്സസ് നിങ്ങൾ ആരംഭിക്കുന്നതാണ്. വേഗം തന്നെ ജോയിൻ ചെയ്യാൻ ശ്രദ്ധിക്കാം. പിന്നെ മിസ് വന്നിട്ടുള്ളത് നമ്മുടെ റെട്ടിലിനെ കുറിച്ച് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം നമ്മുടെ കണ്ണിന് 3 പാളികൾ, 3 ലെയേഴ്സ് ആണുള്ളത്. ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയറിനെ നമ്മൾ പറയുന്നത് എന്താണ്, സ്ക്ലീറ എന്നാണ് പറയുക, സ്ക്ലീറ. പിന്നെ ഏറ്റവും അതിൻ്റെ തൊട്ട് ഉള്ളിലുള്ള ലെയറിനെ നമ്മൾ പറയുന്നത് കോറോയിഡ് അല്ലെങ്കിൽ രക്തപടലം എന്നാണ്. പുറത്തേത് ദൃഢപടലം, കോറോയിഡ് രക്തപടലം എന്ന് പറയും. പിന്നെ ഏറ്റവും ഉള്ളിലായിട്ട് നമ്മൾ കാണുന്ന ലെയറിനെയാണ് നമ്മൾ എന്തു പറയുന്നത്, റെട്ടിന എന്ന് നമ്മൾ പറയുന്നത്. ഈ റെട്ടിനൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ, ഇവിടെയാണ് നമുക്ക് റോഡ്സും കോൺസും കാണാൻ കഴിയുന്നത് അല്ലേ. റോഡ് സെൽസും കോൺ സെൽസും കാണാൻ കഴിയുന്നത് ഇവരുള്ളത് കൊണ്ടാണ് നമുക്ക് വിഷൻ പോസിബിൾ ആവുന്നത്. അപ്പം റോഡ് സെല്ലും കോൺ സെൽസും പ്രത്യേകത ഓർത്താൽ നിങ്ങൾക്കറിയാം. റോഡ് സെൽ എന്ന് പറഞ്ഞാൽ സിലിണ്ട്രിക്കൽ ആണ്, സിലിണ്ടർ ആകൃതിയിലാണുള്ളത്. ആൻഡ് ഇവിടെ കോൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ഐസ്ക്രീമിൻ്റെ കോൺ ഷേപ്പിലാണുള്ളത്, കോൺ ആകൃതിയിലാണ് കാണുക. ആൻഡ് ഏകദേശം 9 crores ആണ് റോഡ് സെൽസ് ഉള്ളത്. കോൺ സെൽസ് ഓഫ് 45 lakhs ആണ്. നമുക്ക് 45 ലക്ഷത്തോളം കോൺ കോശങ്ങൾ കാണാം. ഇനി റോഡ് സെല്ലിലുള്ള പിഗ്മെന്റ് എന്ന് പറഞ്ഞാൽ റൊഡോപ്സിൻ ആണ്, കോൺ സെല്ലിലുള്ളതോ ഫോട്ടോപ്സിൻ ആണ്. ആൻഡ് മറ്റൊരു കാര്യം, റോഡ് സെൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിം ലൈറ്റിലുള്ള വിഷനാണ് പോസിബിൾ ആക്കുന്നത്, മങ്ങിയ കാഴ്ചയ്ക്കാണ് നമ്മളെ സഹായിക്കുന്നത്. അതേസമയം കോൺ സെൽ എന്ന് പറഞ്ഞാൽ കളർ വിഷനും ഡേ വിഷനുമാണ് അല്ലേ. കളർ വിഷനും വർണ്ണക്കാഴ്ചയ്ക്ക് സഹായിക്കുന്നുണ്ട്. അതുകൂടാതെയോ പകല് നല്ല വെളിച്ചമുള്ള സമയത്തും കാഴ്ചയ്ക്ക് സാധ്യമാക്കുന്ന, അല്ലെങ്കിൽ അവർ നമ്മളെ സഹായിക്കുന്ന എന്തിനാണ്, കോൺ സെൽസ് ആണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചറൽ ഡിഫറൻസും ഫങ്ഷണൽ ഡിഫറൻസും ഇതിലുള്ള പ്രോട്ടീൻ്റെ ഡിഫറൻസും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. ഇനി നിങ്ങളെല്ലാവരും ക്രിസ്മസ് എക്സാമിനെ കണ്ടപ്പോൾ ഒന്ന് ഞെട്ടിയ ചോദ്യമാണ് ഈ ഒരു ചോദ്യം അല്ലേ. നേരിട്ട് ചോദിക്കുന്നതിന് പകരം സിറ്റുവേഷൻസ് തന്നിട്ട് ചോദ്യം ചോദിക്കുന്നത് പുതിയ പാറ്റേണുകൾ നിങ്ങൾ കാണുന്നുണ്ട്. ഞാൻ പലപ്പോഴും നമ്മൾ മെഗാ മാരത്തോൺ റിവിഷൻ ക്രിസ്മസ് എക്സാമിന് പറഞ്ഞപ്പോഴും നിങ്ങളിത് പഠിക്കണം, ഇത് ട്വിസ്റ്റഡ് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ടെന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണെന്ന് മിസ് പറഞ്ഞു തന്നിരുന്നു. പക്ഷെ നമ്മളൊക്കെ നേരിട്ട് ക്വസ്റ്റ്യൻ വരുമെന്നായിരുന്നു പ്രതീക്ഷിച്ചത്, എന്തെങ്കിലും ഒരു കണ്ടീഷൻ തന്നിട്ടായിരിക്കുമെന്ന്. പക്ഷെ കണ്ടീഷന് പകരം ഭരിച്ച ഒരു ഡെയിലി ലൈഫ് ഒരു ഇൻസ്റ്റൻസ് തന്നിട്ടാണ് ഈ ചോദ്യം തന്നത്. അതും 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഈ ചോദ്യം. അത് നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല. മിസ്സാണെങ്കിലും നിങ്ങളോട് പറഞ്ഞത് 2 മാർക്ക് 3 മാർക്ക് നമുക്ക് ചോദ്യം വരുമെന്നായിരുന്നു. ബട്ട് 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ നിന്ന് വന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം. വൈൽ റീഡിങ് എ ബുക്ക് അറ്റ് നൈറ്റ്, പേഴ്സൺ ഫേസ് എ സഡൻ ഇലക്ട്രിസിറ്റി ഫെയിലിയർ ഫോർ എ ലിറ്റിൽ വൈൽ ഹി കുഡ്ന്റ് സീ എനിത്തിങ് അല്ലേ. രാത്രിയിൽ ഒരു പുസ്തകം വായിച്ചിരിക്കെ പെട്ടെന്ന് വൈദ്യുതി നിലച്ചു, തടസ്സം നേരിട്ടു, കുറച്ച് നിമിഷത്തേക്ക് അയാൾക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല. ഡ്യൂറിങ് ഡാർക്ക്നെസ് വാട്ട് ഹാപ്പൻസ് ടു ദ പ്രൊഡക്ഷൻ ഓഫ് ഗ്ലൂട്ടാമേറ്റ് ഇൻ ഫോട്ടോ റിസപ്റ്റർ. നമ്മൾ ഫോട്ടോ റിസപ്റ്റേഴ്സ് റോഡ് സെല്ലും കോൺ സെല്ലും ഒക്കെ പഠിക്കുന്നതാണ്.
അപ്പം ഈ റിസപ്റ്റർ സെല്ലിന് ലൈറ്റിൻ്റെ പ്രസൻസിലും ഡാർക്ക്നെസ്സിലും എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത് എന്ന് നമ്മൾ ഗ്ലൂട്ടാമേറ്റിൻ്റെ പ്രസൻസ് വെച്ചിട്ട് പഠിച്ചിരുന്നു അല്ലേ. അപ്പം അത് എന്താ സംഭവിക്കുന്നത് ഡ്യൂറിങ് ഡാർക്ക്നെസ്, ഇരുട്ടിൽ പ്രകാശഗ്രാഹികൾക്ക് എന്ത് പറ്റുന്നു എന്നാണ് ചോദിച്ചത്. ആൻഡ് ഹൗ ഡു ദ സക്സസീവ് റിയാക്ഷൻ ഇൻ ഓൺ ബൈപോളർ ആൻഡ് ഓഫ് ബൈപോളർ സെൽ ഹെൽപ്പ് ഇൻ ക്രിയേറ്റിംഗ് സെൻസ് ഓഫ് ഡാർക്ക്നെസ്. ഇവിടെ ഓൺ ബൈപോളറും ഓൺ ബൈപോളറും എങ്ങനെ പ്രവർത്തിച്ചിട്ടാണ് നമുക്ക് ഇരുട്ടുള്ളപ്പോഴും ഇരുട്ടില്ലാത്തപ്പോഴുള്ള കാഴ്ചയുടെ വ്യത്യാസം നമുക്ക് പറ്റുന്നത്. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്, വാട്ട് ഈസ് എ റോൾ ഓഫ് ഗാംഗ്ലിയോൺ സെൽ. നമ്മൾ എവിടെയോ കേട്ടു മറന്നു, പക്ഷെ ഗാംഗ്ലിയോൺ സെൽ ഞാൻ ഐൻ്റെ സ്ട്രക്ചർ പറഞ്ഞപ്പോഴാണ് നിങ്ങൾക്കൊക്കെ പറഞ്ഞത് മക്കളെ ഗാംഗ്ലിയോൺ സെൽ എന്ന്. ബട്ട് ഇത് കണക്ട് ചെയ്ത് വരുമെന്ന് നമ്മൾ വിചാരിച്ചില്ല. പക്ഷേ ആവേഗ പ്രസരണത്തിൽ ഗാംഗ്ലിയോൺ കോശങ്ങളുടെ പങ്ക് എന്ത് എന്ന് പ്രത്യേകം ഒരു മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താണ് ഇവിടെ നമ്മൾ പഠിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്. ഇവിടെ ഫോട്ടോ റിസപ്റ്റേഴ്സ് ടു ദ ബ്രെയിൻ, നമ്മുടെ കണ്ണിൽ റിസപ്റ്ററിൻ്റെ ആക്ഷൻ എങ്ങനെ ബ്രെയിനിനെ അത് ആക്റ്റീവാക്കി, നമ്മൾ ഡേ ലൈറ്റിലാണോ അതോ നൈറ്റിലാണോ അല്ലെങ്കിൽ ഡാർക്ക്നെസ്സിലാണോ നിൽക്കുന്നത്, അവിടെ എന്ത് ആക്ഷനാണ് നടക്കുന്നത് എന്നാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. സോ ഗ്ലൂട്ടാമേറ്റ് ആക്ടേഴ്സ് പ്രൈമറി ന്യൂറോ ട്രാൻസ്മിറ്റർ. ഓർത്ത് വെക്കുക, ഡാർക്ക്നെസ്സിലും ലൈറ്റിലും ഇരുട്ടിലും പകൽ വെളിച്ചത്തിലും നമുക്ക് കാഴ്ച സാധ്യമാക്കുന്ന പ്രധാനപ്പെട്ട ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആയിട്ടുള്ളതാണിത് നമ്മുടെ ഗ്ലൂട്ടാമേറ്റ് വിച്ച് ഈസ് ഇൻ ദി ഫോട്ടോ റിസപ്റ്റർ. നമ്മുടെ റോഡിലും കോണിലും സെല്ലിലും കാണുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് ആര്, നമ്മുടെ ഈ പറയുന്ന ഗ്ലൂട്ടാമേറ്റ് എന്ന് പറയുന്നത്. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇവിടുത്തെ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് നമ്മുടെ ഗ്ലൂട്ടാമേറ്റ്. ഇനി വേരിയേഷൻസ് ഇൻ ഗ്ലൂട്ടാമേറ്റ് പ്രൊഡക്ഷൻ ആർ റെസ്പോൺസിബിൾ ഫോർ ദ പെർസെപ്ഷൻ ഓഫ് ഡാർക്ക്നെസ് ആൻഡ് ലൈറ്റ് അല്ലേ. പ്രകാശഗ്രാഹികളിലെ പ്രാഥമിക ന്യൂറോ ട്രാൻസ്മിറ്ററായി പ്രവർത്തിക്കുന്നത് ഗ്ലൂട്ടാമേറ്റ് ആണ്. ഗ്ലൂട്ടാമേറ്റ് ഉൽപ്പാദനത്തിലെ ഏറ്റക്കുറിച്ചിലാണ് പ്രകാശം, ഇരുട്ട് എന്നിവയെക്കുറിച്ച് ബോധമുണ്ടാക്കുന്നത്. അപ്പം ബ്രെയിനിന് നമ്മൾ നിൽക്കുന്നത് ഇരുട്ടത്താണ്, നമ്മൾ നിൽക്കുന്ന വെളിച്ചത്താണെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നത് ഗ്ലൂട്ടാമേറ്റ് ഉള്ളതും ഇല്ലാത്തതും ഓൺ ഓർ ഓഫ് എന്ന രീതിയിലാണ്. ഗ്ലൂട്ടാമേറ്റിൻ്റെ ഏറ്റക്കുറച്ചിലിനനുസരിച്ചിട്ടാണ്. അപ്പം അതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്ത് കോൺസെപ്റ്റ് മനസ്സിലാക്കി തന്നെ പഠിക്കണം. എക്സാമിൽ കുറേ പേർക്കും ഇത് മനസ്സിലാവാത്തവരുണ്ട്. എക്സാം ആൻസർ ഷീറ്റ് കിട്ടിയിട്ടും ഐഡിയ കിട്ടാത്തവരുണ്ടെങ്കിൽ മിസ് ക്ലിയർ ആക്കി തരാം. നോക്കിക്കോളാം, നമ്മളിപ്പോൾ ഇരുട്ടത്ത് ബുക്ക് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ലൈറ്റ് പോയി, അപ്പം എന്തായി, ഇരുട്ടത്താണുള്ളത്. ഇരുട്ടാണെന്ന് മനസ്സിലാവുന്ന സമയത്ത് ഫോട്ടോ റിസപ്റ്റേഴ്സ് എന്ത് ചെയ്യും, കണ്ടിന്യൂസ് ആയിട്ട് ഗ്ലൂട്ടാമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇരുട്ടാണെങ്കിൽ പ്രകാശഗ്രാഹികൾ തുടർച്ചയായി ഗ്ലൂട്ടാമേറ്റിനെ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും. അപ്പോൾ ഓൺ ബൈപോളാർ സെൽ ദാറ്റ് സെൻസ് ലൈറ്റ് ആർ ഇൻആക്ടിവേറ്റഡ്, ഓഫ് ബൈപോളാർ സെൽസ് ദോസ് സെൻസ് ഡാർക്ക്നെസ് ആർ ആക്ടിവേറ്റഡ്. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഡാർക്ക്നെസ് ആണ്, കറണ്ട് പോയി നമ്മളെ വീട്ടിൽ ഇരുട്ടാണ് എങ്കിൽ അവിടെ ആര് പ്രൊഡ്യൂസ് ചെയ്യും, ഗ്ലൂട്ടാമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യും, ഗ്ലൂട്ടാമേറ്റ് കൂടും. ഈ ഗ്ലൂട്ടാമേറ്റ് ലൈറ്റ്സ് ഓഫ് ആണ് ഇരുട്ട് സംഭവിക്കുന്നത് അല്ലെ, കറണ്ട് ഓഫ് ആയി എന്നാണ് നമ്മൾ പറയുക. അപ്പം എന്താ ഓർക്കേണ്ടത്, ഇവിടെ ഓഫ് ബൈപോളാർ സെല്ലാണ് ആക്ടിവേറ്റ് ആവുന്നത്. ഓഫ് ബൈപോളാർ സെൽ ആക്ടിവേറ്റഡ്. ഓഫ് ബൈപോളാർ കോശങ്ങൾ എന്ത് ചെയ്യുന്നു, ഓഫ് ബൈപോളാർ കോശങ്ങൾ ഉത്തേജിപ്പിക്കപ്പെടുന്നു. അപ്പോൾ ഓർത്തോള, ലൈറ്റ് പോയി കറണ്ട് ഓഫാണ്, അപ്പോൾ ഗ്ലൂട്ടാമേറ്റ് കൂടും. ആൻഡ് ഓഫ് എന്ന് പറയുമ്പോൾ ഓഫ് ബൈപോളാർ സെൽ ആക്റ്റീവ് ആകുന്നു. ക്ലിയർ ആയോ മക്കളെ? അപ്പോൾ ഓഫ് ബൈപോളാർ സെൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു ആബ്സെൻസ് ഓഫ് ലൈറ്റ് വിച്ച് മീൻസ് ഫോം ഇമ്പൾസ് റീച്ച് ദ ബ്രെയിൻ ത്രൂ ഔട്ട് ദ ഒപ്റ്റിക് നെർവ് ക്രിയേറ്റിംഗ് സെൻസ് ഓഫ് ഡാർക്ക്നെസ്. അപ്പോൾ ഗ്ലൂട്ടാമേറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴേയും അവിടെ എന്താണ്, ഓഫ് ബൈപോളാർ സെല്ലാണ് ആക്ടിവേറ്റ് ആവുന്നത്. ഓഫ് ബൈപോളാർ സെൽ നമ്മുടെ ബ്രെയിനിന് മെസ്സേജ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, ഇരുട്ടാണ്, കറണ്ട് വന്നിട്ടില്ല, ലൈറ്റ് ഓഫാണ് എന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഇനി നേരെ മറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ കറണ്ട് പോയിരുന്നു, നമ്മൾ ഇരുട്ടാണെന്ന് പിന്നെ പഠിക്കണ്ടല്ലോ എന്നാൽ അതും പറഞ്ഞ് വീട്ടിൽ വെറുതെ ഇരിക്കുക, എന്നാൽ കുറച്ച് നേരം ഉറങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ ദാ വന്നു പോയ കറണ്ട് അപ്പം തന്നെ ലൈറ്റ് വന്നു. പ്രസൻസ് ഓഫ് ലൈറ്റ് ഫോട്ടോ റിസപ്റ്റേഴ്സ് ഡു നോട്ട് പ്രൊഡ്യൂസ് ഗ്ലൂട്ടാമേറ്റ്. അപ്പം എന്തായി, അവിടെ ലൈറ്റിൻ്റെ പ്രസൻസ് വന്നു കഴിഞ്ഞാൽ നോ ഗ്ലൂട്ടാമേറ്റ് അല്ലെങ്കിൽ ഗ്ലൂട്ടാമേറ്റിൻ്റെ അളവ് കുറഞ്ഞു എന്ന് പഠിച്ചു വെക്കുക. ഓൺ ബൈപോളാർ സെല്ലാണ് അവിടെ ആക്റ്റീവ് ആവുന്നത്, സ്വിച്ച് ഓൺ. അപ്പോൾ എന്തായി, ഓൺ ബൈപോളാർ സെൽ ആക്റ്റീവായി. ഓൺ ബൈപോളാർ സെൽ കോശങ്ങൾ സജീവമാകുന്നു. അതുവഴി ഇൻഡിക്കേറ്റ് ദ പ്രസൻസ് ഓഫ് ലൈറ്റ് ഇമ്പൾസ് റീച്ച് ദ ബ്രെയിൻ ത്രൂ ദ ഒപ്റ്റിക് നെർവ് ക്രിയേറ്റിംഗ് സെൻസ് ഓഫ് വിഷൻ. ലൈറ്റ് വന്നു, ഓൺ ബൈപോളാർ സെൽ ആക്റ്റീവായി, അതേസമയം ഗ്ലൂട്ടാമേറ്റിൻ്റെ അളവ് കുറഞ്ഞു. ആൻഡ് അവിടെ എന്തുവഴി, നമുക്ക് നേത്രനാഡി വഴി നമ്മുടെ ബ്രെയിനിലേക്ക് മെസ്സേജ് പോകുന്നു, എടാ ലൈറ്റ് വന്നു കംപ്ലീറ്റ് വെളിച്ചമായി, നീ പഠിച്ചോ എന്ന് പറഞ്ഞു തരും. അപ്പോൾ ഈ രീതിയിലാണ് ഓൺ ആൻഡ് ഓഫ് ബൈപോളാർ സെൽ ആക്റ്റീവ് ആകുന്നത്. ഇനി ഇവിടെ നോക്കേണ്ട മറ്റൊരു കാര്യം,
ആദ്യത്തെ ചോദ്യം നമുക്ക് കിട്ടി. ഗ്ലൂട്ടാമേറ്റിന്റെ പ്രസൻസിൽ എന്താ സംഭവിക്കുന്നത്? ഡാർക്കിന്റെ പ്രസൻസിലാണ്. ഡാർക്കിൽ ഫോട്ടോ റിസപ്റ്റർ കണ്ടിന്യൂസ്ലി പ്രൊഡ്യൂസ് ഗ്ലൂട്ടാമേറ്റ് ആണ്. അവിടെ ആക്റ്റീവ് ആവുന്നത് ആരാണ്? ഓഫ് ബൈപോളാർ സെല്ലാണ്. അത് റീച്ച് ദ ബ്രെയിൻ വയ ഓപ്റ്റിക് നെർവ് ആൻഡ് ഹെൻസ് സെൻസ് ഓഫ് ഡാർക്ക്നെസ് ഇസ് ക്രിയേറ്റഡ്. ഇവിടെ ഗ്ലൂട്ടാമേറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഓഫ് ബൈപോളാർ സെൽ ആക്റ്റീവ് ആവുന്നു. നമ്മുടെ ബ്രെയിനിനോട് പറയാണ് നമ്മൾ ഇരുട്ടത്താണ് ഉള്ളത്. ഇരുട്ടെന്ന അനുഭവം നമുക്ക് ഉണ്ടാക്കി തരികയാണ്. നേത്ര നാഡി വഴിയാണ് ബ്രെയിനിലേക്ക് ഈ മെസ്സേജ് പാസ് ചെയ്യുന്നത്. ആൻഡ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, അപ്പം ഇത് നല്ല ക്ലിയർ ആയിട്ട് എഴുതണം. ഓഫ് ബൈപോളാർ സെല്ലിന്റെ ആക്ഷൻ, ഓപ്റ്റിക് നെർവിന്റെ ആക്ഷൻ ബ്രെയിനിൽ എത്തുന്നു, ഡാർക്ക്നെസ് ക്രിയേറ്റ് ചെയ്തു. അത് രണ്ടും എഴുതിയാലേ നിങ്ങൾക്ക് അവിടെ 2 മാർക്ക് കിട്ടുള്ളൂ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റോൾ ഓഫ് ഗാംഗ്ലിയോൺ എന്നാണ്. ഗാംഗ്ലിയോൺ സെൽ ട്രാൻസ്മിറ്റ് ഇമ്പൾസ് ഫ്രം ബൈപോളാർ സെൽ ടു ഓപ്റ്റിക് നെർവ്. നമ്മൾ ഐൻ്റെ ഘടന പഠിക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ റോഡ് സെല്ലിൻ്റെ താഴെ തന്നെ ഇവിടെ ഇങ്ങനെ റോഡ് കോണ് നിൽക്കുമ്പോൾ 2, 3 ലെയർ കാണാം. അപ്പം ഇവിടുന്ന് കിട്ടിയ ഓഫ് ബൈപോളാർ സെല്ല് ഗാംഗ്ലിയോൺ വഴിയാണ് ഒപ്റ്റിക് നെർവിലേക്ക് മെസ്സേജ് എത്തുന്നത്. അപ്പം ഗാംഗ്ലിയോൺ കോശങ്ങൾ ബൈപോളാർ കോശങ്ങളിൽ നിന്നും നേത്രനാഡിയിലേക്ക് സന്ദേശം കൈമാറുന്നു. അപ്പം അതാണ് ഗാംഗ്ലിയോണിൻ്റെ ഫംഗ്ഷൻ. ഇതും നമ്മൾ വ്യക്തമായിട്ട് തന്നെ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്നതാണ്. അപ്പം മറന്നു പോകരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ ഒരു ഭാഗം. ഇനിയും ഇതിൽ നിന്നും മാറിയും മറിഞ്ഞൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അതുകൊണ്ട് ഇനി മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു തന്നത് കേട്ടോ. സോ ഇതുപോലത്തെ കൂടുതൽ കാര്യങ്ങളൊക്കെ നമ്മൾ ഇനിയും ഡിസ്കസ് ചെയ്യും. കൂടുതൽ കാര്യങ്ങൾ വേണമെങ്കിൽ വേഗം എൻഗെയിം ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പം മറ്റൊരു ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആയിട്ട് മിസ് വീണ്ടും വരുന്നതാണ്. അതിന് മുന്നേ തന്നെ നമ്മൾ ഈ പറയുന്ന റോഡ് ആൻഡ് കോണിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ റോഡ് സെല്ലിൽ നമ്മൾ റോഡ് സെല്ല് അല്ലെങ്കിൽ അവിടെ വിറ്റാമിൻ എയുടെ കാര്യമൊക്കെ നമ്മൾ പറയുന്നുണ്ട്. വിറ്റാമിൻ എ ഡെഫിഷ്യൻസിയുമായി ബന്ധപ്പെട്ട രോഗം ഏതൊക്കെയാണ്? 2 രോഗം പഠിക്കുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സോ സീ യു സൂൺ. ടേക്ക് കെയർ. ബൈ.